നമസ്തേ. മനുഷ്യന് ആഗ്രഹങ്ങൾ പലവിധമുണ്ട്. എന്നാൽ പലർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നില്ല. ചിലർക്ക് ഭാഗ്യക്കുറവുണ്ടാകും. മറ്റു ചിലർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഭാഗ്യം വന്നു ചേരുന്നു. പ്രപഞ്ചത്തിൽ സംഖ്യകൾക്കും മന്ത്രത്തിനും അക്ഷരങ്ങൾക്കും വളരെ ശക്തിയുള്ളതാകുന്നു. ചില സംഖ്യകൾ കൂടിച്ചേരുമ്പോൾ ചില വ്യക്തികളിൽ ഭാഗ്യം ഉദിക്കുന്നതായി നാം കണ്ടിട്ടുണ്ടല്ലോ. ഉദാഹരണമായി, ലോട്ടറി അടിക്കുന്ന ഒരു വ്യക്തിയുടെ ലോട്ടറി ടിക്കറ്റിൽ ഈ ഭാഗ്യ നമ്പരുകൾ ഒന്നിക്കുമ്പോൾ അവർ കോടീശ്വരന്മാരാകുന്നു. അതുകൊണ്ട് അക്ഷരങ്ങൾക്കും സംഖ്യകൾക്കും മനുഷ്യരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ വളരെ വലിയ പങ്കാണുള്ളത്. അത്തരത്തിലുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1212 എന്ന ഏഞ്ചൽ നമ്പറിന് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കഴിയുന്നതാണ്. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 1 എന്ന അക്കം സൂര്യദേവനെ സൂചിപ്പിക്കുന്നു. സൂര്യനെ കൊണ്ട് ശക്തിയുള്ളവനും നേതൃഗുണമുള്ളവനും ലക്ഷ്യബോധമുള്ളവനും സ്വഭാവത്തിൽ ഒറ്റപ്പെടലും അധികാരം, സ്വയം ചിന്ത, ആത്മവിശ്വാസം, പ്രകാശം, ഉത്സാഹം എന്നിവയാണ്. സംഖ്യാശാസ്ത്രമനുസരിച്ച് 2 എന്ന അക്കം സൂചിപ്പിക്കുന്നത് ചന്ദ്രനെയാണ്. മനസ്സ്, ഭാവന, സ്ത്രീത്വം, കരുണ, ആത്മബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് ചന്ദ്രൻ. 1212 എന്ന അത്ഭുതകരമായ ഏഞ്ചൽ നമ്പർ ഓരോ അക്കങ്ങളുമായി കൂട്ടിയോജിക്കുമ്പോൾ 6 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. 6 എന്ന സംഖ്യ ശുക്രന്റെ നമ്പരാണ്. ശുക്രൻ ധനം, സമ്പത്ത്, ആഡംബരം, സൗഭാഗ്യങ്ങൾ, വിവാഹം, സ്നേഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്. ഈ സംഖ്യ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടവയുമാണ്. ശുക്രനെ കൊണ്ട് മഹാലക്ഷ്മിയെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ 1212 എന്ന ഈ ഏഞ്ചൽ നമ്പരിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിത്യവും ഉണ്ടാകുന്നതാണ്. 1212 എന്ന ഏഞ്ചൽ നമ്പറിന് ജീവിതത്തിൽ നമുക്കുണ്ടാക്കുന്ന സർവ്വ തടസ്സങ്ങളെയും മാറ്റുവാൻ കഴിയുന്നതാണ്. സർവ്വ ഐശ്വര്യവും ധനവർദ്ധനവും ഉണ്ടാക്കുവാൻ ഈ സംഖ്യയ്ക്ക് കഴിയുന്നു. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന് ഫലം ലഭിക്കണമെങ്കിൽ ആ കർമ്മത്തിന് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ നമ്പർ കയ്യിൽ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ നമ്പർ എഴുതേണ്ടത്. നിങ്ങളുടെ ഇടത്തെ കൈയിലെ മോതിര വിരലിലാണ് ഈ നമ്പർ, അതായത് 1212 എന്ന നമ്പർ എഴുതേണ്ടത്. കൈ വൃത്തിയായി കഴുകിയ ശേഷം എഴുതുക. കയ്യിൽ മറ്റൊന്നും തന്നെ എഴുതുവാൻ പാടില്ല. പച്ച, നീല എന്നീ പേനകൾ ഉപയോഗിച്ച് എഴുതുവാൻ പാടുള്ളൂ. രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെയുള്ള സമയമാണ് എഴുതുവാൻ ഉത്തമമായ സമയം. എഴുതി അരമണിക്കൂർ കയ്യിൽ നിന്നും മായാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. 21 ദിവസമാണ് ഈ നമ്പർ കയ്യിൽ എഴുതേണ്ടത്. 21 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾക്ക് അടുത്ത ആവശ്യത്തിനായി മോതിര വിരലിൽ ഈ ഭാഗ്യ നമ്പർ എഴുതാവുന്നതാണ്. കുളിച്ച് വൃത്തിയായി ഇവ ചെയ്താൽ ഫലപ്രാപ്തി പെട്ടെന്ന് ലഭിക്കുന്നതാണ്.